സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിനായി ചേർന്ന NCP നേതൃയോഗം അലസിപ്പിരിഞ്ഞു. ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിൽ ചാക്കോ ശശീന്ദ്രൻ വിഭാഗങ്ങൾ തമ്മിലെ തർക്കം രൂക്ഷമായതോടെയാണ് യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞത്. ഇരു വിഭാഗങ്ങളും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. സംസ്ഥാന അധ്യക്ഷനായി തോമസ് കെ തോമസിനെ തെരഞ്ഞെടുത്തതിന് തുടർച്ചയായി ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നേതൃയോഗം ചേർന്നത്. മന്ത്രി AK ശശീന്ദ്രന്റെ വസതിയിലായിരുന്നു യോഗം. സംസ്ഥാന അധ്യക്ഷന് പുറമെ 2 വർക്കിംഗ് പ്രസിഡന്റും 1 വൈസ് പ്രസിഡന്റും ട്രഷററും മാത്രമാണ് ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളായി ഉള്ളത്. 3 വൈസ് പ്രസിഡന്റുമാരിൽ ഒഴിവുള്ള 2 തസ്തികകളിലേക്ക് AK ശശീന്ദ്രൻ വിഭാഗം റസാഖ് മൗലവിയെയും PC ചാക്കോ വിഭാഗം KR രാജനെയും നിർദ്ദേശിച്ചു. എന്നാൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പദവിയിലുള്ള ലതിക സുഭാഷിന് ഏക വൈസ് പ്രസിഡന്റായി തുടരണമെന്നാണ് താൽപ്പര്യം. റസാഖ് മൗലവിക്കും KR രാജനുമൊപ്പം വൈസ് പ്രസിഡന്റായി ഇരിക്കാനാവില്ലെന്നാണ് ലതിക സുഭാഷിന്റെ നിലപാട്. 14 ജനറൽ സെക്രട്ടറി തസ്തികയിലേക്ക് ആലപ്പുഴയിലെ മുൻ ജില്ലാ പ്രസിഡന്റ് സാദത്ത് ഹമീദിനെയും തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റ് ആട്ടുകാൽ അജിയെയും ശശീന്ദ്രൻ പക്ഷം നിർദ്ദേശിച്ചു. PC ചാക്കോയെ വിമർശിച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട ഈ 2 പേരെയും ഭാരവാഹികളാക്കുന്നതിനെ ചാക്കോ വിഭാഗം എതിർത്തു. ചാക്കോയ്ക്ക് വേണ്ടി PM സുരേഷ് ബാബുവാണ് എതിർപ്പ് അറിയിച്ചത്. സംശുദ്ധ പ്രതിച്ഛായയുള്ള ആലപ്പുഴയിലെ സാദത്ത് ഹമീദ് മുൻ ധനമന്ത്രി PK കുഞ്ഞിന്റെ ചെറുമകനാണ്. സാദത്തിന് ജനറൽ സെക്രട്ടറിയാക്കണം നിലപാടിൽ ശശീന്ദ്രൻ ഉറച്ചു നിന്നു. ഇതോടെയാണ് ഭാരവാഹികളെ പ്രഖ്യാപിക്കാനാകാതെ യോഗം അലസിപ്പിരിഞ്ഞത്. തർക്കം മുറിയതോടെ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു. 27 ചേർന്ന NCP വർക്കിംഗ് കമ്മിറ്റി വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ PC ചാക്കോയ്ക്ക് നിർണായക ഇടപെടൽ നടത്താനാകും. ഏകപക്ഷീയമായ തീരുമാനം വന്നാൽ NCP സംസ്ഥാന ഘടകത്തിൽ വീണ്ടും ഭിന്നത രൂക്ഷമാകാനാണ് സാധ്യത. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.